ദേവ. പ്രണാമം. ഇന്ദ്രദേവൻ ക്ഷണിച്ചു വരുത്തിയ സ്വയം കൃതാനർത്ഥമാണെങ്കിലും ദേവകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ദേവ. ഇപ്പോൾ തന്നെ വനത്തിലെ ഗുഹയിൽ ഒറ്റയ്ക്ക് തളർന്നുറങ്ങിക്കിടക്കുകയാണ് ഇന്ദ്രാണി. അതെ ദേവ, ഞങ്ങൾ കൈലാസത്തേക്ക് പുറപ്പെട്ടതൊന്നും ഇന്ദ്രാണി അറിഞ്ഞിട്ടില്ല. ഇടയ്ക്കുണർന്ന് നമ്മെ കാണാതായാൽ ഇന്ദ്രാണി അലറി വിളിച്ച് ബഹളമുണ്ടാക്കിയത് തന്നെ. അതെങ്ങാനും താരകാസുരനും കൂട്ടരും കേൾക്കാനിടവന്നാൽ അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല ദേവ. ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. അതിന് കാലവിളംബം അരുത് ദേവ. അങ്ങേക്കൊരു പുത്രനുണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ദേവ. താരകാസുര നിഗ്രഹം നടക്കണം. കാലഘട്ടത്തിന്റെ അനിവാര്യത നാം മനസ്സിലാക്കുന്നു. നടക്കേണ്ടത് നടന്നു തന്നെ തീരണമല്ലോ. ഇനി വൈകിക്കുന്നില്ല. നിങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കും. സ്വർണമാൻ പേടയന്റെ സഖിയായി ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേടയന്റെ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലൊലിനിയും എന്റെ സഖിയായി പ്രിയ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലൊലിനിയും എന്റെ സഖിയായി പ്രിയ സഖിയായി ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേടയന്റെ സഖിയായി ചന്ദന മുഴുക്കാപ്പു ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ ചന്ദ്രിക ചന്ദന മുഴുക്കാപ്പു ചാർത്തും ഗന്ധമാദനഗിരിക്കരികിലൂടെ പറന്നു പറന്നു വരും അരയന്ന പീലികൾ വിരിച്ചുറങ്ങാൻ തൂവൽ കിടക്കയായി തൂവൽ കിടക്കയായി ഇന്ദുകലാമൗലി തൃക്കൈയിലോമനിക്കും സ്വർണമാൻ പേടയന്റെ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലൊലിനിയും എന്റെ സഖിയായി പ്രിയ സഖിയായി വില്ലുമായി
സ്വർണമാൻ പേട എൻ്റെ സഖിയായി കന്മദം മണക്കും കൈലാസത്തിലെ കല്ലോലിനിയും എൻ്റെ സഖിയായി പ്രിയ സഖിയായി. അഗ്നിദേവ, പ്രണാമം കൈലാസനാഥ. നാം അവിടത്തേക്ക് എന്ത് സേവനമാണ് നിർവഹിക്കേണ്ടതെന്ന് ഉണർത്തിച്ചാലും. നമ്മുടെ നെടില നേത്രത്തിൽ നിന്നും പുറപ്പെട്ട 6 അഗ്നി സ്ഫുലിംഗങ്ങളും ഒന്നായി ഒരു പ്രകാശഗോളമായി കഴിഞ്ഞു. ഈ പ്രകാശഗോളത്തെ താങ്കൾ ഏറ്റുവാങ്ങുക. എന്നിട്ട് ഈ പ്രകാശഗോളത്തെ താങ്കൾ ഗംഗാനദിയിൽ ഒഴുക്കുക. ഗംഗാദേവി അഗ്നിഗോളത്തെ ശരവണ പൊയ്കയിൽ എത്തിച്ചുകൊള്ളും. ഭഗവാന്റെ ഇച്ഛ പോലെ. പ്രണാമം ബ്രഹ്മദേവ. പ്രണാമം. കൈലാസനാഥൻ ഏൽപ്പിച്ച അഗ്നികുളത്തെ നാം ഗംഗാനദിയിൽ ഒഴുക്കിക്കഴിഞ്ഞു. അതിപ്പോൾ ശരവണപ്പൊയ്കയിൽ എത്തിയിട്ടുണ്ടാകും. ശരവണപ്പൊയ്കയിൽ എത്തിയെന്ന് മാത്രമല്ല, ആ അഗ്നിഗോളം 6 താമരപ്പൂക്കളായി പരിണമിച്ച് അതിൽ 6 ശിശുക്കളും പിറന്നു കഴിഞ്ഞു. ശരവണപ്പൊയ്കയിൽ അറുമുഖൻ ജനിച്ചു കഴിഞ്ഞു. വരം നൽകിയ നാം താരകാസുരനു വിഡ്ഢിയായി, ദേവശ്രേഷ്ഠരുടെ സ്വൈര്യം നശിപ്പിക്കുന്ന വരദായകനുമായി. ശ്രവണമാത്രയിൽ അസാധ്യമെന്ന് ആർക്കും തോന്നുന്ന കാര്യം ഏത് വിധേനയും സാധ്യമാക്കാനുള്ള ഒരു പഴുതും നാം നൽകുന്ന വരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? സമാധാനമായില്ലേ? സമാധാനമായി ദേവ. താരകാസുര നിഗ്രഹത്തിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞല്ലോ. നന്ദി ബ്രഹ്മദേവ, നന്ദി. പ്രണാമം ബ്രഹ്മദേവ. പ്രണാമം. കാർത്തിക പെൺകുടിമാരെ, ശരവണപ്പൊയ്കയിൽ പിറന്നിരിക്കുന്ന 6 ശിശുക്കളെയും പരിപാലിക്കാനുള്ള ചുമതല നാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നന്ദിയുണ്ട് ബ്രഹ്മദേവ. ഇത്രയും മഹത്തായൊരു പുണ്യകർമ്മം ഞങ്ങളെ ഏൽപ്പിച്ചതിന് അങ്ങയോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വളരെ ജാഗ്രതയോടും കൃത്യനിഷ്ഠയോടും കൂടി ഞങ്ങൾ നിർവഹിച്ചുകൊള്ളാം.
ദേവ, കുമാരന്റെ ജനനം നന്ദിയും കിങ്കരന്മാരും അത്യാഹ്ലാദത്തോടെ ആഘോഷിക്കുകയാണല്ലോ. കുമാരന്റെ ജനനം ശരവണ പൊയ്കയിലും ആഘോഷങ്ങൾ ഇങ്ങ് കൈലാസത്തിലും. അതേ ദേവി, ദേവസമൂഹത്തെ പോലെ താരകാസുര നിഗ്രഹം കാക്ഷിക്കുന്നവരാണ് നന്ദിയും കിങ്കരന്മാരും. അവർ യഥേഷ്ടം ആഘോഷിക്കട്ടെ. ദേവ, അങ്ങയിൽ നിന്നും ജനിച്ച കുമാരന്റെ ജനനിയല്ലേ നാം? നമുക്ക് കുമാരനെ ഒരു നോക്ക് കാണാൻ തിടുക്കമായിരിക്കുന്നു. നമുക്ക് ശരവണ പൊയ്കയിലേക്ക് പോകാം ദേവ. ആയിക്കോട്ടെ. ദേവിയുടെ മാതൃനിർവിശേഷമായ കാംക്ഷിതത്തിന് നാം തടസ്സം നിൽക്കുന്നില്ല. ശരവണ പൊയ്കയിലേക്ക് പോവുക തന്നെ. എന്ത് ചൈതന്യമാണ് ആ കുട്ടികൾക്ക്! ആ കുമാരന്മാർ 6 പേരുണ്ടല്ലോ ദേവ. എങ്ങനെയാണ് നാം അവരെ ഒരുമിച്ച് സ്വീകരിക്കുക? ദേവി, കുമാരൻ ഒന്നേ ഉള്ളൂ. പക്ഷേ 6 ശാസ്ത്രങ്ങളുടെയും സ്വരൂപമാണ് കുമാരൻ എന്നുള്ളതുകൊണ്ട് 6 തോന്നിക്കുന്നു എന്നേ ഉള്ളൂ. ഭാവിയിൽ അവൻ ആറുമുഖൻ എന്നറിയപ്പെടും. ഓർക്കാതെയാണെങ്കിലും നമ്മൾ അവനെ കുമാരൻ എന്ന് സംബോധന ചെയ്തു പോയല്ലോ. അതുകൊണ്ട് കുമാരൻ എന്ന നാമധേയവും അവനുണ്ടാകുമെന്നറിയുക. അവന് സ്തന്യം നൽകി വളർത്തുന്ന കാർത്തിക പെൺകുടികൾ എക്കാലവും സ്മരിക്കപ്പെടും. കാർത്തിക പെൺകുടിമാരുടെ വാത്സല്യത്തിന് പാത്രീഭൂതനായവൻ ഭാവിയിൽ കാർത്തികേയൻ എന്ന നാമത്തിലും കീർത്തിപ്പെടുന്നതായിരിക്കും. ഭാവിയിൽ ദേവന്മാരുടെ സൈന്യാധിപനാകുന്ന കുമാരൻ ദേവസേനാധിപതിയെന്നും ശരവണപ്പൊയ്കയിൽ ജാതനായതിനാൽ ശരവണനെന്നുമൊക്കെ വിളിപ്പേരുണ്ടാകുന്നതായിരിക്കും. ഗുഹാന്തർമുഖത്ത് തപസ് ചെയ്യുന്ന യോഗികൾക്ക് ജ്ഞാനം പകർന്നു നൽകുന്ന കുമാരന് ഗുഹൻ എന്നും ബ്രഹ്മത്തിന് പ്രകാശമായവൻ എന്ന അർത്ഥത്തിൽ സുബ്രഹ്മണ്യനെന്നും പര്യായ ശബ്ദങ്ങളുണ്ടാകും. ഒരിക്കലും കൗമാരം വിട്ടുമാറാത്ത ദേവിയുടെ പുത്രന്റെ ജനനത്തിന് നിമിത്തമായത് അഗ്നിയായതുകൊണ്ട് അഗ്നിഭൂതനെന്നും ഗംഗയുടെ പരിലാളനമേറ്റതുകൊണ്ട് ഗാംഗേയനെന്നും കുമാരൻ പ്രഖ്യാതനാകുന്നതായിരിക്കും. എത്രയെത്ര പര്യായ ശബ്ദങ്ങളാണ് നമ്മുടെ കുമാരന് വന്ന് ഭവിക്കാൻ പോകുന്നത്! ഇതര നാമങ്ങളുടെയും സൽകീർത്തിയുടെയും ശൃംഖല നീണ്ടു നീണ്ടു പോകട്ടെ. മാതാപിതാക്കൾക്ക് അഭിമാനമായി കുമാരൻ വളരട്ടെ. ദേവലോകം കീഴടക്കിയെന്ന് അഭിമാനിച്ചിട്ട് എന്താ കാര്യം? നാം നിരാശനാണ് കൂട്ടരെ. നമ്മുടെ വാമഭാഗത്ത് ഇന്ദ്രാണിയെ പിടിച്ചിരുത്തി ദേവനർത്തകിമാരുടെ മേനികുലിക്കുള്ള നൃത്തം ആവോളം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. എവിടെയാണ് ദേവപരീക്ഷകൾ അഭയം തേടിയിരിക്കുന്നത്? കൊടും വനത്തിലാണ് പ്രഭു. ഞങ്ങൾ വനം മുഴുവൻ അരിച്ചു പറക്കി പരിശോധിച്ചതാണ്. ആരെയും കാണാനില്ല. ദേവന്മാർക്ക് ത്രിമൂർത്തികളുടെ സഹായമുണ്ട് പ്രഭു. അവരുടെ മായാവിദ്യ കൊണ്ടാണ് ദേവന്മാരെ നമുക്ക് കാണാൻ കഴിയാത്തത്. ത്രിമൂർത്തികളോ? വരബലം നേടിയ താരകാസുരനെ ഒരു ചുക്കും ചെയ്യാൻ ത്രിമൂർത്തികൾക്കാവില്ല. താരകാസുരനോട് കളിച്ചാൽ ത്രിമൂർത്തികളെയും ബന്ധനസ്ഥരാക്കാൻ താരകാസുരൻ മടിക്കില്ല. നാം ഇപ്പോൾ ദേവലോകം വാഴുന്ന താരകാസുര ചക്രവർത്തിയാണല്ലോ. ചക്രവർത്തിമാരുടെ പ്രധാന വിനോദമാണ് നായാട്ട്. നമുക്കുടനെ വനത്തിലൊരു നായാട്ട് നടത്തണം കൂട്ടരെ. കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനല്ല, മൃഗങ്ങളിലും നികൃഷ്ടരായ കൊടും ഭീരുക്കളായ ദേവപരീക്ഷകളെ വേട്ടയാടി പിടിക്കാൻ. അവിടുത്തെ ഹിതം പോലെ.
ഇന്ദ്രാദിദേവന്മാരെ നമുക്ക് അടിമകളാക്കണം. ദേവലോക കവാടത്തിൽ കുന്തവും പിടിച്ച് അവരെ കാവൽ നിർത്തണം. എന്നിട്ട് ഐരാവതത്തിന്റെ പുറത്ത് ഇന്ദ്രാണി സമേതനായിരുന്ന് നമുക്ക് ജൈത്രയാത്ര നടത്തണം കൂട്ടരെ. നാരായണ 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 നാരായണ. പ്രണാമം താരകശ്രേഷ്ഠ. പ്രണാമം. ഇവിടെ നാരായണ ശബ്ദം മുഴക്കുമ്പോഴും അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് താരകാസുര രൂപം തന്നെയാണല്ലോ. സംശയമെന്താ? ഇങ്ങ് വ്യോമമണ്ഡലത്തിലെ ദേവന്മാരുടെ ഉള്ളിൽ മാത്രമല്ല, അങ്ങ് ഭൂലോകത്തിലെ മാനവരാശിയുടെ ഉള്ളിലും താരകാസുര ചക്രവർത്തി നിറഞ്ഞു നിൽക്കുകയില്ലേ? താരകാസുരായ നമ എന്ന ശബ്ദം മാത്രമേ എങ്ങും കേൾക്കാനുള്ളൂ. നാരായണ നാരായണ. ആട്ടെ, ഇന്ദ്രപുരിയിലെ വാസമൊക്കെ എങ്ങനെയുണ്ട്? ഇന്ദ്രപുരി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സൗകര്യം തീരെ ഇല്ല നാരദരെ. മനസ്സിലായി. നാം വന്നിട്ട് ഒന്ന് ഉപവിഷ്ടനാകാൻ പോലും അങ്ങ് പറഞ്ഞില്ല. മനഃപൂർവ്വമല്ല നാരദരെ, ഇരിപ്പിടങ്ങളൊന്നും ഒഴിവില്ല. ഇവിടത്തെ ഇരിപ്പിടങ്ങളെല്ലാം നമ്മുടെ കിങ്കരന്മാർക്ക് വീതിച്ച് നൽകിയിരിക്കുകയാണ്. ദേവലോകത്ത് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അങ്ങിങ്ങോട്ട് വാസം മാറിയതല്ലേ ഉള്ളൂ. അങ്ങ് മനസ്സ് വച്ചാൽ ദേവലോകത്തെ നരകതുല്യമാക്കുവാനാണോ പ്രയാസം? നാരായണ നാരായണ. സൗകര്യങ്ങൾ കുറവാണെങ്കിലും നമുക്ക് നേട്ടങ്ങളില്ല എന്ന് പറയാൻ കഴിയില്ല. ഇന്ദ്രസിംഹാസനം സ്വന്തമായില്ലേ? കോടിക്കണക്കിന് വിലമതിക്കുന്ന ഇന്ദ്രന്റെ ധനധാന്യാദികൾ സ്വന്തമായില്ലേ? അങ്ങനെ നേട്ടങ്ങൾ പലതുണ്ട് നാരദരെ. ഇതിലും വലിയ നേട്ടമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിനുള്ള മാർഗം തെളിഞ്ഞു കഴിഞ്ഞു. അതെന്ത് മാർഗമാണ് നാരദരെ? അത് പിന്നെ വനത്തിൽ പൈതാഹങ്ങൾ അടക്കാൻ കഴിയാതെ നരകയാതന അനുഭവിക്കുകയാണ് ഇന്ദ്രാണി. ഇന്ദ്രനെ ഇന്ദ്രാണി വല്ലാതെ വെറുത്തു തുടങ്ങി. ഫലമോ, ഇന്ദ്രാണി കരഞ്ഞു വിളിച്ച് അഭയം തേടി അങ്ങയുടെ മുന്നിൽ വന്നിരിക്കും. ഉവ്വ്, അതിനപ്പുറം ഒരു നേട്ടം അങ്ങേക്ക് കൈവരാനുണ്ടോ?